വെൽക്കം ടു റോസ് ഓർക്കിഡ്സ്. ഫെല്ലോസിപ്സ് തൈകൾ നമുക്കിങ്ങനെ കേട് കൂടാണ്ട് വളർത്തിയെടുക്കാം. അതിനുള്ള ചെറിയ ടിപ്പുകളാണ് ഞാൻ പറയുന്നത്. ഫെല്ലോസിപ്സ് നമുക്ക് മദർ പ്ലാന്റിൽ നിന്നൊക്കെ തൈകൾ കിട്ടാം, പിന്നെ സ്പൈക്കുമെന്നും കിട്ടാം. അത് നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ കുറച്ച് വലുതായതിന് ശേഷമാണ് നമുക്ക് അടർത്തിയെടുക്കാൻ പാടുള്ളൂ. റൂട്ട്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടർത്തിയെടുത്ത് ഇതേമാതിരി വയ്ക്കാം. ഇതേമാതിരി വയ്ക്കാമെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമുക്ക് കുറച്ച് ചകിരിഞ്ഞാര സ്പാഗനമോസോ എടുത്ത്, സ്പാഗനമോസ് വാങ്ങിയാൽ നമ്മൾ നന്നായി കഴുകി ഉണക്കിയതായിരിക്കണം. നമുക്ക് പ്ലാന്റ് മേടിക്കുമ്പോൾ ഒക്കെ കിട്ടുന്നതാണ്. നമ്മൾ നന്നായി കഴുകി അത് എടുത്ത് വയ്ക്കുക. ചകിരിഞ്ഞാര് ആയാലും മതി. അത് നമ്മൾ കുറച്ച് ഈ തൈകൾ അതിൽ കുറച്ച് കരിക്കട്ടയൊക്കെ ഇട്ട് ഒന്ന് തൈകളൊക്കെ ഒന്ന് അതിൽ പൊതിഞ്ഞ് സ്പാഗനമോസ് പൊതിഞ്ഞ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേടുകൂടാണ്ടൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഈ തൈകൾക്ക് നമ്മൾ എപ്പോഴും വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതല്ല. വെച്ചിട്ടുണ്ടെങ്കിൽ തൈകൾ നമ്മൾ ഡ്രൈ ആകുമ്പോൾ മാത്രം ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ ഒന്ന് ചീയാടെയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഞാൻ തൈകൾ വെച്ചുള്ളതാണ്. അപ്പോൾ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കാം. എന്നിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ ഇതിന് റൂട്ട്സൊക്കെ പെട്ടെന്ന് കേടുവരാൻ ഇടയുണ്ട്. ഇത് പടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു മാസം കൊണ്ട് നമുക്ക് നല്ല റൂട്ട്സൊക്കെ വരും കേട്ടോ അതിന്. പിന്നെ നമുക്ക് ഈ തൈകൾക്ക് ഈ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലേ, അത് അങ്ങനെ ലീഫൊക്കെ ഒന്ന് കേടായി തുടങ്ങിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് കുറച്ചെടുത്ത് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. റൂട്ട്സൊക്കെ പെട്ടെന്ന് വരും കേട്ടോ. പിന്നെ ഇതിന് ഗ്രോത്തിനുള്ള മിറാക്കിൾ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് വളർച്ചയുണ്ടാവും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ചതൊക്കെ ഇതിപ്പോൾ ഉണ്ടാവും. ഇതിനൊക്കെ സ്പൈക്ക് വന്നു തുടങ്ങി. ഇതിൻ്റെ ഇതൊക്കെ സ്പൈക്ക് ഉണ്ട് ഇതിനൊക്കെ. അപ്പോൾ നമ്മൾ പിന്നെ ഞാനിത് സ്പൈക്കുമെന്ന് മുറിച്ച് വെച്ചതാട്ടോ. കണ്ട, സ്പൈക്കുമെന്ന് ഒരു സ്പൈക്ക് മുറിച്ച് ഞാൻ വെച്ചതാണ്. അപ്പോൾ അതിന് റൂട്ട്സ് വന്നു. ഇപ്പോൾ അത് തൈ വന്നു. അതിനിതേ കണ്ട ചെറുതായിട്ട് റൂട്ടൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വലുതാവട്ടെ, എന്നിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഫെല്ലോസിസ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അത് വളർത്തിയെടുക്കാനും എളുപ്പം തന്നെയാണ്. അത് നശിച്ചൊന്നും പോവില്ല. നമുക്കത് കിട്ടും. എല്ലാവർക്കും പേടിയാണ്, പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് വെള്ളം അങ്ങനെ എപ്പോഴും ഒഴിച്ചും കൊടുക്കണ്ട. നമുക്ക് യാത്ര പോകുമ്പോഴായാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല വളർത്തുമ്പോൾ. പിന്നെ ഫ്ലവറാണെങ്കിൽ നമുക്ക് കുറേ നാൾ നിൽക്കുകയും ചെയ്യും. അത് എപ്പോഴും സ്പൈക്ക് വേണ്ട. ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്പൈക്കാണ് ഈ നിൽക്കണത്. അതിനൊക്കെ ദെബിട്ടണേ. ഇപ്പോൾ എല്ലാത്തിനും എനിക്ക് സ്പൈക്കുകളാണ് ഒക്കെ വന്നു, പുതിയതൊക്കെ വന്നു. ഇനിയിപ്പോൾ ഫ്ലവറിങ്ങിൻ്റെ തയ്യാറെടുപ്പിലെല്ലാം നിൽക്കണേ. തൈക്കളല്ല കേട്ടോ മറ്റേത്. എല്ലാതും നല്ല ഇതിലായിട്ടാണ് വരുന്നത്. എല്ലാം സ്പൈക്ക് വരുന്നുണ്ട്. ഫെല്ലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഴക്കാലത്ത് നമ്മൾ ഈ ജൈവവളങ്ങൾ കൊടുക്കാണ്ടിരിക്കുക. അധികം കെമിക്കലായിട്ടുള്ളത് കൊടുക്കുക. ജൈവവളം കൊടുക്കുമ്പോൾ അത് ഇപ്പോൾ ഈ സമയത്ത് ലീഫൊക്കെ കേടുവരാനും ഒക്കെ ഇടയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും പ്രധാനത്തിൽ വെള്ളം നമ്മൾ ആവശ്യത്തിന് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അധികം ആയിക്കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. പിന്നെ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് കിട്ടണം നമുക്ക്. എന്നാലേ ഇനി ഇതിൻ്റെ വളർച്ച പെട്ടെന്ന് വരുള്ളൂ. നല്ല ലൈറ്റിൽ നല്ല കുറച്ച് സൂര്യപ്രകാശമൊക്കെ ഇതിന് കിട്ടണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വലുതാവും. ഫെല്ലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്, പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ. നന്നായി വളർത്താം. ഇതിനൊക്കെ സ്പൈക്കുകൾ വന്ന്
നമുക്ക് ഈ ഫ്ലവറിങ് ചെയ്യാനുള്ള ടൈമാണ്. ഇപ്പോൾ എല്ലാ ഫെല്ലോസിസും എൻ്റെ ഫ്ലവറിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കണേ. ഉണ്ടോ, സ്പൈക്കുകളാണ്. ഇപ്പോൾ ഫ്ലവർ കുറച്ച് കുറവ് തന്നെയാണ്, പക്ഷേ എന്നാലും വേണ്ടേന്ന കാറ്റ്ലിയമ്മ അങ്ങനെയൊക്കെ കുറച്ച് പൂവുകളൊക്കെ എനിക്കുണ്ട്. നല്ല മണമാണ് കേട്ടോ കാറ്റ്ലിയ ഓർക്കിഡാണ്, നല്ല മണമാണ്. എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ചെയ്യും. ഇത് കുറച്ച് ഒരു മാസമൊക്കെ ഇത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളുകളായി ഇത് നിൽക്കണം. പിന്നെ ഇതിൽ വാൻഡകൾ എപ്പോഴും പൂ തരില്ല, പക്ഷേ എനിക്ക് കൊല്ലത്തിൽ ഒരു 3-4 പ്രാവശ്യം ഈ വാൻഡ പൂ തരുന്നുണ്ട് കേട്ടോ. പിന്നെ ആ വയലറ്റും അതെ എപ്പോഴും പൂ ഉണ്ടാവണ കാറ്റ്ലിയാണ്. ഈ വയലറ്റും ആ യെല്ലോ ആണ് കേട്ടോ. ഫ്ലവറിങ്ങൊക്കെ തുടങ്ങി നന്നായിട്ടുണ്ട് ഇപ്പോൾ എല്ലാതും. പിന്നെ കുറച്ച് തൈക്കളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, സെയിലിന് ഞാൻ വെച്ചിട്ടുണ്ട് തൈക്കൾ.